കോഴിക്കോട് പന്തീരാങ്കാവിൽ നവവധുവിനെ ഭർത്താവ് ആക്രമിച്ചത് സ്ത്രീധനം നൽകാത്തതിനെ തുടർന്നെന്ന് യുവതിയുടെ കുടുംബം. ഭർത്താവ് രാഹുൽ മദ്യപിച്ചെത്തി അതിക്രൂരമായി മർദ്ദിച്ചെന്ന് യുവതിയുടെ പിതാവ് ഹരിദാസ് പറഞ്ഞു. ഭർത്തൃ വീട്ടുകാർ നിരന്തരം മാനസികമായി പീഡിപ്പിച്ചെന്നും പരാതിയിലുണ്ട്. ഇന്നലെ എത്തിയില്ലായിരുന്നെങ്കിൽ മകളെ ജീവനോടെ കിട്ടില്ലായിരുന്നുവെന്നും ഹരിദാസ് 24നോട് പറഞ്ഞു. കുറെ കാര്യങ്ങൾ തുറന്നു പറയുകയാണ്. അതായത് ഈ മുഴ അവൻ മുഷ്ടി ചുരുട്ടി ഇടിച്ചതാണ്. ആ ഇടി ഇവിടെ മാത്രമല്ല, ഈ തലയുടെ പല ഭാഗത്തും ഇങ്ങനെ മുഷ്ടി ചുരുട്ടി ഇടിച്ചു. അപ്പോൾ തലയ്ക്ക് ഭയങ്കരമായ വേദനയാണ് ഇപ്പോഴും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനുശേഷം ഇവൻ ഈ മൊബൈൽ ചാർജ് ചെയ്യുന്ന ചാർജറുണ്ടല്ലോ, ചാർജറിൻ്റെ ഒരു വയറുണ്ടല്ലോ, ആ വയറ് കഴുത്തി ചുറ്റി വലിച്ച് ഇവളെ കൊല്ലാനായിട്ട് ശ്രമിച്ചു എന്നുള്ളതാണ്. പിന്നീട് കുനിച്ച് നിർത്തിയിട്ട് ഇവൻ പുറത്തിടിക്കുകയാണ്. അപ്പോൾ രക്ഷപ്പെടാനായിട്ട് മുറി തുറന്ന് എങ്ങനെയോ രക്ഷപ്പെടാൻ ഓടിയിട്ട് ഇവൻ പുറകെ ഓടി പിടിച്ചിട്ട് ബെൽറ്റിനടിക്കുകയാണ്. അങ്ങനെ പ്രാകൃതമായ ഒരു രൂപമാണ് എൻ്റെ മകളെ കാണാൻ. അത്രയും ക്രൂരമായിട്ട് ഇവൻ മർദ്ദിച്ചിരുന്നു എന്നുള്ളതാണ്. ഇവൻ മദ്യം കഴിച്ചിട്ടുണ്ടായിരുന്നു. അശ്വിൻ പാലാഴ്ചയായിരുന്നു വിശദാംശങ്ങളുമായി. അശ്വിൻ, വിവാഹം കഴിഞ്ഞിട്ട് ഏതാനും ദിവസങ്ങൾ, വിരലിലെണ്ണാവുന്ന ദിവസങ്ങൾ പോലും ആയിട്ടില്ല, അപ്പോഴാണ് ഈ അതിക്രൂര മർദ്ദനം. എന്തെങ്കിലും തർക്കത്തിന്റെയോ അല്ലെങ്കിൽ സ്വരച്ചേർച്ചയുടെയോ ഒന്നും സാഹചര്യം പോലും അവിടെ ഇല്ല എന്നാണ് കുടുംബം പറയുന്നത്. ഇത് കൃത്യമായും പൂർണ്ണമായും അത് സ്ത്രീധനം ആവശ്യപ്പെട്ടുള്ള ഒരു മർദ്ദനം, അതിക്രൂരമായ മർദ്ദനമെന്ന് ഉറപ്പിക്കുകയാണോ? ഗോകുൽ, അങ്ങനെ തന്നെ പറയേണ്ടി വരും. കാരണം കഴിഞ്ഞ 5-ാം തീയതിയാണ്, മെയ് 5-ാം തീയതിയാണ് ഇവരുടെ വിവാഹം നടക്കുന്നത്. അതിനുശേഷം 9-ാം തീയതി ഒരു ചടങ്ങുമായി ബന്ധപ്പെട്ട്, അടുക്കള കാണൽ എന്ന ചടങ്ങുമായി ബന്ധപ്പെട്ടാണ് എറണാകുളം പറവൂരിൽ നിന്നും ഈ പെൺകുട്ടിയുടെ കുടുംബം 26 അംഗ സംഘമായി പന്തീരാങ്കാവിലെ അവരുടെ വീട്ടിലേക്ക് പോകുന്നത്. അവിടെ ചെന്നപ്പോഴാണ് മകളുടെ അവസ്ഥ അവർ മനസ്സിലാക്കുന്നത്. മുഖത്ത് നെറ്റിയിൽ ഒരു വലിയ മുഴയും ദേഹമാസകലം നീരുമൊക്കെയായി വരുന്ന മകളെ ആദ്യം കണ്ടിട്ട് തിരിച്ചറിയാൻ പോലും സാധിച്ചില്ല എന്നുള്ളതാണ് അല്പസമയം മുമ്പ് പെൺകുട്ടിയുടെ അച്ഛൻ നമ്മളോട് വ്യക്തമാക്കിയത്. പിന്നീട് വിശദമായി പെൺകുട്ടിയോട് കാര്യങ്ങൾ ചോദിച്ചപ്പോഴാണ് സമാനതകളില്ലാത്ത ക്രൂരമർദ്ദനത്തിന്റെ കഥ മകൾ തന്നെ മാതാപിതാക്കളോട് പറഞ്ഞത്. മുഷ്ടി ചുരുട്ടി നെറ്റിയിലും തലയിലുമായി ഇടിച്ച അതിൻ്റെ അവശേഷിപ്പായിരുന്നു നെറ്റിയിൽ കണ്ട ആ വലിയ മുഴ. ഒപ്പം മൊബൈൽ ചാർജറിന്റെ വള്ളി കൊണ്ട്, ചാർജർ കേബിൾ കൊണ്ട് കഴുത്തിൽ കുരുക്കി കൊല്ലാൻ ശ്രമിക്കുന്ന ഒരു സംഭവം ഉണ്ടായി. അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പോഴാണ് ബെൽറ്റൂരി പുറത്തും ദേഹത്തുമായി വ്യാപകമായി അടിച്ചത്. അങ്ങനെ ഗുരുതര പരിക്ക് ഏറ്റിട്ടുണ്ട് ഈ പെൺകുട്ടിക്കൊപ്പം. ഇതിനെല്ലാം ശേഷം മിനിങ്ങാന്ന് ഈ പെൺകുട്ടിയുടെ കീഴ്ചുണ്ട് താഴേക്ക് വലിച്ചു കീറി വെക്കുന്നൊരു സാഹചര്യം ഉണ്ടായി. അങ്ങനെ ക്രൂരമർദ്ദനമാണ് കഴിഞ്ഞ 2 ദിവസങ്ങളിലായി പെൺകുട്ടി നേരിട്ടത് എന്നുള്ളതാണ് മാതാപിതാക്കളോട് നേരിട്ട് പറഞ്ഞിരിക്കുന്നത്. ഒപ്പം എന്താണ് ഇതിന് കാരണം എന്നുള്ളതിനെക്കുറിച്ച് അവർക്കും വലിയ ധാരണയില്ല. കഴിഞ്ഞ കുറച്ച് നാളുകളായി സ്ത്രീധനം ആവശ്യപ്പെട്ടുകൊണ്ട് ഈ രാഹുലിൻ്റെ അമ്മയും സഹോദരിയുമൊക്കെ ഈ പെൺകുട്ടിയെ മാനസികമായി പീഡിപ്പിക്കുന്നുണ്ടായിരുന്നു എന്നടക്കമുള്ള കാര്യങ്ങൾ പെൺകുട്ടി മാതാപിതാക്കളോട് പങ്കുവച്ചിട്ടുണ്ട്. ഒരുപക്ഷെ അതായിരിക്കാം, ഈ സ്ത്രീധനം നൽകാത്തതിലുള്ള വൈരാഗ്യമായിരിക്കാം ഇതിന് പിന്നിലുള്ള ഒരു ആക്രമണത്തിന്റെ കാരണമെന്നാണ് മാതാപിതാക്കൾ പറയുന്നത്. അതൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് നിലവിൽ പരാതി നൽകിയിരിക്കുന്നത്, പോലീസിൽ പരാതി നൽകിയിരിക്കുന്നത്. ഒപ്പം ഈ പരാതിയുമായി പന്തീരാങ്കാവ് പോലീസ് സ്റ്റേഷനിലെത്തിയപ്പോൾ പോലീസ് വലിയ രീതിയിൽ ഇവരെ ബുദ്ധിമുട്ടിച്ചു എന്നുകൂടി പറയുന്നുണ്ട്. എന്തായാലും അതെല്ലാം ചൂണ്ടിക്കാണിച്ച് മന്ത്രിതല ഇടപെടലിലേക്ക് കൂടി കടക്കാനാണ് അവർ തീരുമാനിച്ചിരിക്കുന്നത്. എന്തായാലും മറ്റൊരു കാര്യം കൂടി അവർ പറയുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഈ അടുക്കള കാണൽ ചടങ്ങിന് അവിടെ ചെന്നില്ലായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ മകളെ ജീവനോടുകൂടി കിട്ടുന്ന ഒരവസ്ഥയിലായിരുന്നില്ല മകൾ എന്നുകൂടി പറയുന്നുണ്ട്. എന്തായാലും നടന്ന അതിക്രൂരമായ മർദ്ദനത്തിന്റെ വിവരണമാണ് ആ പെൺകുട്ടിയുടെ അച്ഛൻ ഇപ്പോൾ 24 നടത്തിയിരിക്കുന്നത്. ഗൂഗിൾ, തീർച്ചയായും വിവാഹം കഴിഞ്ഞ ദിവസങ്ങൾക്കകമാണ് അതിക്രൂരമായ മർദ്ദനം ഏറ്റുവാങ്ങേണ്ടി വരുന്ന നവവധുവിന് കുടുംബം അടുക്കള കാണൽ ചടങ്ങിന് എത്തുമ്പോൾ കാണുന്നത് മർദ്ദിച്ച് അവശയാക്കിയ, കൊലപ്പെടുത്താൻ വരെ ശ്രമിച്ച, കൊലപാതക ശ്രമം വരെ നേരിട്ടേണ്ടി വന്ന മകളെയാണ്. ഏതായാലും കുടുംബത്തോടൊപ്പം ആ യുവതി ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഭർത്തൃ വീട്ടിൽ നിന്ന് മടങ്ങുകയാണ്. അതിക്രൂരമായ മർദ്ദനം അത് ഭർത്താവ് രാഹുലിന്റെ കുടുംബത്തിന്റെ കൂടി അറിവോടെ എന്നതാണ് ബന്ധുക്കൾ ആരോപിക്കുന്നത്. ഏതായാലും കൃത്യമായ ഇടപെടൽ ഉണ്ടാവണം. പോലീസും കൃത്യമായി ഇടപെട്ടിട്ടില്ല എന്ന ഒരു പരാതി കൂടി ഹരിദാസ് ഈ യുവതിയുടെ പിതാവ്, പെൺകുട്ടിയുടെ പിതാവ് ഉന്നയിക്കുന്നുണ്ട്. അശ്വിൻ പാലാഴിയാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്.